ഭർത്താവിൽ നിന്ന് നിരന്തരം വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന പാലക്കാട് ആസിഡ് ആക്രമണത്തിനിരയായ യുവതി. മുമ്പ് ചെന്നൈയിൽ വെച്ചും കാജ ഹുസൈൻ ആക്രമിച്ചു. ഇതേ തുടർന്നാണ് ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചതെന്ന് യുവതി പറഞ്ഞു. ഇന്നലെയാണ് യുവതിയുടെ ദേഹത്ത് ഭർത്താവ് കാജ ഹുസൈൻ ആസിഡ് ഒഴിച്ചത്. தம்பரிங்க தம்ப அமைச்சிருக்கிற ஓகே நோ ப்ராப்ளம் இன்ஷா அல்லா கூடிய சீக்கிரத்தில் உனக்கு தெரியும் ஏன் தான் நம்ம இந்த மாதிரி பண்ணோம்னு நீ ஃபீல் பண்ணுவேன், கண்டிப்பாக ஃபீல் பண்ணுவேன். இன்ஷா அல்லா அல்லாவோட துவாபரக்கத்தில் கண்டிப்பாக நான் அதை பண்ணுவேன். மே 22ஆம் தேதிக்குள்ளே பண்ணுவேன். തനിക്കൊപ്പം ജീവിച്ചില്ലെങ്കിൽ പിന്നെ ജീവനോടെ കാണില്ല. മർദ്ദനം സഹിക്കവയ്യാതെ വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചതു മുതൽ യുവതിക്ക് ഭർത്താവായ ചെന്നൈ സ്വദേശി കാജ ഹുസൈൻ അയക്കുന്ന വാട്സപ്പ് സന്ദേശമാണിത്. ഇത് വകവയ്ക്കാതെ ഇരുന്നതോടെയാണ് ഇന്നലെ രാവിലെ താണാവിൽ യുവതി നടത്തുന്ന ലോട്ടറി കടയിലെത്തി കാജ ഹുസൈൻ യുവതിയുടെ ശരീരത്തിലേക്ക് ആസിഡ് ഒഴിച്ചത്. നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയത്. പിന്നെ കുറേ വാട്സപ്പിൽ കുറേ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചാലും നിന്നെ ഞാൻ കൊല്ലും, അങ്ങനെ ദേഷ്യത്തിൽ അയാൾ ഒഴിച്ചതാണ്. ഞാൻ ഒഴിച്ചപ്പോൾ ഞാൻ ബാക്ക് തിരിഞ്ഞു, ഫ്രണ്ട് അധികം കാണിച്ചില്ല. ബാക്ക് തിരിഞ്ഞപ്പോഴാണ് ഫുള്ളും ബാക്കിൽ കംപ്ലീറ്റ് നല്ല പൊള്ളൽ കിട്ടിയിട്ടുണ്ട്. തന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കരുതെന്ന് യുവതി പറഞ്ഞത് കാജ ഹുസൈനെ ചൊടിപ്പിച്ചിരുന്നു. മുമ്പ് ചെന്നൈയിലെ ലോഡ്ജ് മുറിയിൽ വെച്ചും കാജ ഹുസൈൻ തന്നെ ആക്രമിച്ചതായും യുവതി പറഞ്ഞു. ചെന്നൈക്ക് പോയപ്പോൾ 7up കുപ്പിയിലും പെപ്സി കുപ്പിയിലൊക്കെ ഡ്രിങ്ക്സ് മിക്സ് ചെയ്തിട്ട് രാത്രിയും പകലും ഇല്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുക. ലാർജ് റൂം എടുത്തിട്ട് അവിടെ വെച്ച് എന്നെ തല്ലി, നല്ല രീതിക്ക് തല്ലി. മകൾക്ക് സംരക്ഷണം നൽകുന്നതിന്റെ പേരിൽ തങ്ങളെയും കാജ ഹുസൈൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതിയുടെ മാതാവും പറഞ്ഞു. കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ വർഷം തികയണതിൻ്റെ ഉള്ളിൽ ഉമ്മാൻ്റെ 40 കഴിയും, നോക്കിക്കോ. പേടിയുണ്ട്, സത്യമായിട്ട് പേടിയുണ്ട്. എൻ്റെ മക്കൾക്ക് ഇനിയൊരു ചെറിയ മോളും ഉണ്ട്, അവളിന് നല്ല ദേഷ്യമുണ്ട്. പ്രതിയിൽ നിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്ന് യുവതിയും കുടുംബവും പറയുന്നു. ആക്രമണത്തിന് ശേഷം ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാജ ഹുസൈനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, പാലക്കാട്.